നമസ്കാരം. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ ഗുരുജി. ഇന്ന് 27 നക്ഷത്രങ്ങളെക്കുറിച്ചും അവയുടെ രക്ഷാധികാരികളായ ദേവതകളെക്കുറിച്ചും അവരെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് ഞാൻ വിവരിക്കുന്നത്. 1. അശ്വതി, രക്ഷാധികാരി ദേവത. അശ്വനി ദേവന്മാർ. അനുഗ്രഹങ്ങൾ: രോഗശമനം, ആയുരാരോഗ്യം, പെട്ടെന്നുള്ള രക്ഷ, അപകടങ്ങളിൽ നിന്നുള്ള മോചനം. ഭരണി, ദേവത യമധർമ്മൻ. അനുഗ്രഹങ്ങൾ: കർമ്മശുദ്ധി, ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ധൈര്യം, നിയന്ത്രണ ശക്തി. കാർത്തിക, ദേവത അഗ്നിദേവൻ. അനുഗ്രഹങ്ങൾ: ശത്രുനാശം, ദോഷനിവൃത്തി, ആത്മവിശ്വാസം, നേതൃഗുണം. രോഹിണി, ദേവത ബ്രഹ്മാവ്. അനുഗ്രഹങ്ങൾ: ധനവർദ്ധന, കുടുംബസൗഖ്യം, കൃഷി, ഭൂമി, ഭാഗ്യം, ഐശ്വര്യം. മകീരം, ദേവത ചന്ദ്രദേവൻ. അനുഗ്രഹങ്ങൾ: മനസമാധാനം, പഠനവിജയം, യാത്രാസൗഖ്യം. തിരുവാതിര, ദേവത രുദ്രൻ അല്ലെങ്കിൽ ശിവൻ. അനുഗ്രഹങ്ങൾ: ദുഃഖനിവൃത്തി, കഠിനമായ ദുരിതങ്ങൾക്ക് അവസാനമാകൽ, ദൈവിക സംരക്ഷണം. 7. പുണർദം, ദേവത ആദിത്യന്മാർ. അനുഗ്രഹങ്ങൾ: നഷ്ടപ്പെട്ട ഭാഗ്യം തിരിച്ചുവരിക, കുടുംബ ഐക്യം, ജീവിതത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക, ബിസിനസ് വിജയം. പൂയം, ദേവത ബൃഹസ്പതി. അനുഗ്രഹങ്ങൾ: ധനസ്ഥിരത, വിദ്യാഭാഗ്യം, ഗുരുകൃപ. ആയില്യം, ദേവത നാഗദേവന്മാർ. അനുഗ്രഹങ്ങൾ: ദോഷനിവൃത്തി, ശത്രുബാധയിൽ നിന്ന് രക്ഷ, മാനസിക ശക്തി. മകം, ദേവത പിതൃദേവന്മാർ. അനുഗ്രഹങ്ങൾ: പിതൃദോഷ നിവൃത്തി, അധികാരം, വംശപരമ്പരാ ഭാഗ്യം. പൂരം, ദേവത ഭഗദേവൻ. അനുഗ്രഹങ്ങൾ: വിവാഹസൗഖ്യം, സൗന്ദര്യം, ആഡംബര ജീവിതം. ഉത്രം, ദേവത ആര്യമൻ. അനുഗ്രഹങ്ങൾ: ദീർഘായുസ്, കുടുംബസ്ഥിരത, നിയമ സർക്കാർ അനുഗ്രഹം. അത്തം, ദേവത സവിതാവ്. അനുഗ്രഹങ്ങൾ: തൊഴിൽ വിജയം, കൈവശം വരുന്ന ഭാഗ്യം, വാഗ്ദാന സിദ്ധി. ചിത്തിര, ദേവത വിശ്വകർമാവ്. അനുഗ്രഹങ്ങൾ: കലാഭാഗ്യം, വീട്, വാഹന സൗഖ്യം, നിർമ്മാണ വിജയം. ചോതി, ദേവത വായുദേവൻ. അനുഗ്രഹങ്ങൾ: സ്വാതന്ത്ര്യം, വിദേശഭാഗ്യം, വ്യാപാര വിജയം. വിശാഖം, ദേവത ഇന്ദ്രനും അഗ്നിയും. അനുഗ്രഹങ്ങൾ: ലക്ഷ്യസിദ്ധി, മത്സര വിജയം, അധികാരം. അനിഴം, ദേവത മിത്രൻ. അനുഗ്രഹങ്ങൾ: സൗഹൃദ വിജയം, ദാമ്പത്യ സൗഖ്യം, സാമൂഹിക അംഗീകാരം. തൃക്കേട്ട, ദേവത ഇന്ദ്രൻ. അനുഗ്രഹങ്ങൾ: ശത്രുനാശം, നേതൃഗുണം, ദൈവിക സംരക്ഷണം, ബിസിനസ് വിജയം. മൂലം, ദേവത നിരുതി. അനുഗ്രഹങ്ങൾ: കർമ്മമോചനം, ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ, ആത്മശുദ്ധി, സ്വാർത്ഥത, കുടുംബസ്നേഹം. പൂരാടം, ദേവത ജലദേവതകൾ. അനുഗ്രഹങ്ങൾ: വിജയം, ശത്രുബാധ നിവൃത്തി, മനഃശുദ്ധി. ഉത്രാടം, ദേവത വിശ്വദേവന്മാർ. അനുഗ്രഹങ്ങൾ: സ്ഥിരവിജയം, രാജയോഗം, പ്രശസ്തി. തിരുവോണം, ദേവത വിഷ്ണു. അനുഗ്രഹങ്ങൾ: ജ്ഞാനം, ധർമ്മബോധം, ദൈവിക രക്ഷ. അവിട്ടം, വാസുദേവന്മാർ. ദേവത. അനുഗ്രഹങ്ങൾ: ധനവർദ്ധന, സംഗീത കലാഭാഗ്യം, സാമൂഹിക അംഗീകാരം. ചതയം, ദേവത വരുണൻ. അനുഗ്രഹങ്ങൾ: രോഗശമനം, ദോഷനിവൃത്തി, രഹസ്യ വിദ്യാപ്രാപ്തി. പൂരൂരുട്ടാതി, ദേവത അജ ഏക്പാദ്. അനുഗ്രഹങ്ങൾ: ആത്മീയ ഉണർവ്, ദുരിതമോചനം, ദൈവിക ശക്തി. ഉത്രട്ടാതി, ദേവത അഹിർബുദ്ധൻ. അനുഗ്രഹങ്ങൾ: സ്ഥിരത, ദീർഘായുസ്, ധാർമ്മിക ജീവിതം. 27. രേവതി, ദേവത പൂഷൻ. അനുഗ്രഹങ്ങൾ: യാത്രാ സുരക്ഷ, സമ്പൂർണത, ലക്ഷ്മി കൃപ, ജീവിത സാഫല്യം. ജന്മനക്ഷത്രത്തിൻ്റെ ദേവതയെ നിത്യമായി പ്രാർത്ഥിച്ചാൽ നക്ഷത്രബന്ധിതമായ എല്ലാവിധ ദോഷങ്ങളും ശമിക്കുകയും ജീവിതത്തിൽ സ്വാഭാവികമായ ഭാഗ്യവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജന്മനക്ഷത്രത്തിൻ്റെ ദേവതയെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒട്ടനവധി അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും.
7 തവണ, 9 തവണ, 101 തവണ എന്നിങ്ങനെയൊക്കെയാണ് മന്ത്രജപം സ്വാഭാവികമായും ചെയ്യാറുള്ളത്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ജീവിതത്തിൽ ഉന്നതമായ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കും. നന്ദി, നമസ്കാരം.